താൻ വീട് വിൽക്കാൻ പോകുന്നു ചന്ദ്രശേഖരൻ എന്നോട് പറഞ്ഞു. ശരിയാണോ? ശരിയാ മൂന്തേട്ടാ. ആ ഗഗന്റെ കട ഒഴിവാക്കാൻ എന്റെ മുന്നിൽ ഇതല്ലാതെ ഒരു മാർഗമില്ല. ചന്ദ്രശേഖരന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. അയാൾ വിചാരിച്ചാൽ നടക്കും. അതാ ഞാൻ പറഞ്ഞു വന്നത്. അയാളുടെ കയ്യിൽ നല്ല പാർട്ടികളുണ്ട്. വീട് വിൽക്കുന്ന കാര്യം ഞാൻ ചന്ദ്രശേഖരനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. നല്ല പാർട്ടികൾ വന്ന് പറയാമെന്ന് അയാൾ പറഞ്ഞു. 1 2 മാസത്തെ സാവകാശം കിട്ടിയാലേ വീട് വിറ്റിട്ടാണെങ്കിലും ഗഗന്റെ കടം തീർക്കാമല്ലോ. എന്നാലും ഇത്തിരി ഉള്ളിലോട്ട് മാറിയാണെങ്കിലും ഒരു ചെറിയ വീട് വാങ്ങാനുള്ള കാശ് മിച്ചമുണ്ടാവും. ആ എങ്കിൽ പിന്നെ അതാ സുരേന്ദ്ര നല്ലത്. ആ ഫ്രോഡിന്റെ ഇടപാട് തീർത്താ പിന്നെ എവിടെയെങ്കിലും നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ചുരുണ്ടുകൂടാലോ. എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് ആ വഴി നോക്ക്. ചന്ദ്രശേഖരൻ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചെകുത്താന്റെ കാര്യം പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് വന്നല്ലോ. ആ സ്ത്രീയെ കൊണ്ട് നിങ്ങൾ പരാതി കൊടുപ്പിച്ചോ അല്ലേ? ഞാൻ പറഞ്ഞിട്ടല്ല വിദ്യാമ്മ പരാതി കൊടുത്തത്. SI പറഞ്ഞതുകൊണ്ട് മാത്രമാ കട തുറന്നോളാം ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ സൗജന്യം വീടിന്റെ കാര്യത്തിൽ കിട്ടത്തില്ല കേട്ടോ. ഒപ്പിട്ട് തന്ന മുദ്രപത്രം എന്റെ അടുത്തുണ്ട്. അതൊക്കെ എനിക്കറിയാവുന്ന കാര്യമല്ലേ. 1 മാസത്തെ സമയം തന്നാ ഞാൻ എന്റെ വീട് വിറ്റിട്ടാണെങ്കിലും ഗഗന്റെ കടം വീട്ടിക്കോളാം. അതിനിപ്പോ പുറം പാർട്ടി അന്വേഷിക്കുന്ന എന്തിനാ? വീട് ഞാൻ എടുത്തോളാം. വീട് നീ എടുക്കുമായിരിക്കും. നിന്റെ കടം തീർന്നതായിട്ടും പറയും. പക്ഷെ അത് പോരല്ലോ. സുരേന്ദ്രനും കുടുംബത്തിനും എവിടെയെങ്കിലും ഒരു കൂര മേടിക്കാനുള്ള കാശും അതിൽ നിന്ന് കിട്ടണ്ടേ? ഓഹോ, അപ്പോ വിവിധോദ്ദേശ പദ്ധതികളാണല്ലേ? അതെ, അങ്ങോട്ട് കാശൊന്നും തരാനുണ്ടാവില്ല. വീടെടുത്തോണ്ട് ഞാൻ വേണമെങ്കിൽ ഈ ഡീൽ അങ്ങ് ക്ലോസ് ചെയ്യാം. അങ്ങനെ നക്കപ്പിച്ച കാശിന് നീ കൊള്ളലാഭം ഉണ്ടാക്കാൻ നോക്കണ്ട. വീട് സുരേന്ദ്രൻ നിനക്ക് തരില്ല. അത് പറയാൻ നീ ആരുടെ കള്ളക്കിളവാ? കൂട്ടുകാരനെ കണ്ട് കൊതി നുണയും പറയാൻ വന്നതാണെങ്കിലേ അതും കഴിഞ്ഞ് സ്ഥലം വിട്ടോണം. അല്ലാതെ ഇയാളെ പിരികേറ്റി ആലമ്പുണ്ടാക്കാൻ നോക്കിയാലുണ്ടല്ലോ. എന്താ ഇത്? മൂന്നേട്ടന് വിട്. ഇവനെയൊക്കെ ഇവിടുന്ന് പറഞ്ഞു വിടുക വേണ്ടത്. ഇറങ്ങിപ്പോടോ. പറഞ്ഞു കേട്ടില്ലടോ. വേണ്ട. എന്താ ഇവിടെ? സാധുക്കളോട് ഗുണ്ടായിസാണോ? അത് ചോദിക്കാൻ നിങ്ങളാരാ? ഇവനെ പോലുള്ള ഏഷണിക്കാരെയൊക്കെ ഇവിടുന്ന് അടിച്ചോടിക്കണം. ഈ മണ്ണിൽ നിന്ന് ആരെയൊക്കെ ഓടിക്കണം, ആരെയൊക്കെ വാഴിക്കണം എന്ന് തീരുമാനിക്കുന്നത് സാക്ഷാൽ മൂകാംബികാ ദേവിയാണ്. ആ തീരുമാനത്തെ നിങ്ങൾക്കായിട്ട് മാറ്റാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഓ, ഇത് പറയാൻ നമ്മളാരാണാവോ? അറിയില്ലേ? ദേവിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയാ. എന്നാ പിന്നെ ദേവിയോട് പറഞ്ഞ് ഞങ്ങളെ ഇവിടെ നിന്ന് ഓടിക്കാൻ നോക്കിയേട്ടെ മേഡം. നിങ്ങളുടെ ആഗ്രഹം അമ്മ മൂകാംബിക സാധിച്ചു തരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. ദുഷ്ടനെ പന പോലെ വളർത്തുന്നത് ഒരൊറ്റ ഇടിമിന്നലിൽ വേരോടെ എരിച്ചു കളയാനാണെന്നുള്ള കാര്യം മറക്കണ്ട. വീണ്ടും ഭീഷണിയാണല്ലോ. ഗഗ,
ഇനി നമ്മൾ ഇവിടെ നിന്നാ നമ്മളെ ശപിച്ച് വല്ല തവളയോ താറാവോ ആക്കി കളയും ഇവര്. ദേ ഇവരുടെ ബലം കണ്ട് താൻ ആളുകൾക്ക് നിൽക്കണ്ട. ഇവരല്ല, സാക്ഷാൽ മൂകാംബികമ്മ നേരിട്ട് വന്ന് പറഞ്ഞാലും പറഞ്ഞ സമയത്തിനുള്ളിൽ എന്റെ കടം തീർത്തില്ലെങ്കിൽ വീട് എനിക്ക് വിട്ടുതരേണ്ടി വരും. ഇല്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ ചവിട്ടി പുറത്താക്കും. വിക്രമേട്ടാ വാ. സാരമില്ല, ദേവുട്ടിയുടെ അച്ഛൻ ഇതൊന്നും കണ്ട് പരിഭ്രമിക്കണ്ട. അമ്മ മൂകാംബിക നിങ്ങളെ കൈവിടില്ല.